കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ. മുണ്ടൂർ-തൂത സംസ്ഥാന പാതയിൽ പുഞ്ചപ്പാടം മേഖലയിലെ അപകട വളവ് ഉൾപ്പെടെ വീതി കുറഞ്ഞ അപകട സാധ്യതാ മേഖലകളിൽ അത് തരണം ചെയ്യാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് കെ പ്രേംകുമാർ എം.എൽ.എ. കാലതാമസമില്ലാതെ മുണ്ടൂർ-തൂത പാത നവീകരണം പൂർത്തിയാക്കുമെന്നും എം.എൽ.എ. അറിയിച്ചു. മുണ്ടൂർ-തൂത പാതയിൽ പുഞ്ചപ്പാടം മേഖലയിലെ അപകട വളവ് യാത്രക്കാർക്ക് ആശങ്കയുണ്ടാക്കുന്നതായി കഴിഞ്ഞ ദിവസം മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി 4-വരിപ്പാത നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണ് മുണ്ടൂർ-തൂത സംസ്ഥാന പാത. നിലവിൽ PWD അധീനതയിലുള്ള സ്ഥലം മാത്രമാണ് റോഡ് നവീകരണത്തിന് ഉപയോഗിക്കുന്നത്. 4 മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡിൽ 80% ഭാഗങ്ങളിലും 4-വരിപ്പാത സാധ്യമാണ്. എന്നാൽ ചിലയിടങ്ങളിൽ വീതിക്കുറവ് പോരായ്മയായി നിലനിൽക്കുന്നുണ്ട്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ പുഞ്ചപ്പാടം മേഖലയിൽ റോഡിന് വീതി കുറവാണ്. പലപ്പോഴായി ചെറുതും വലുതുമായ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള മേഖലയാണിത്. ഇവിടങ്ങളിൽ സ്വകാര്യ സ്ഥലം ഏറ്റെടുക്കാൻ അനുമതി ഇല്ല എന്ന് എം.എൽ.എ. പറഞ്ഞു. എന്നാൽ സ്ഥലവാസികളുമായി നടത്തിയ ചർച്ചകളിൽ 8 സെന്റ് സ്ഥലം റോഡ് നവീകരണത്തിന് സൗജന്യമായി വിട്ടുനൽകാൻ 8ഓളം ഗുണഭോക്താക്കൾ തയ്യാറായിട്ടുണ്ട്. കടമ്പഴിപ്പുറം ഹൈസ്കൂൾ ഭാഗത്ത് വയലുള്ള സ്ഥലത്ത് 12 സെന്റ് സൗജന്യമായി വിട്ടുനൽകാൻ അവിടുത്തെ ജനങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇതിനുള്ള നന്ദി അറിയിക്കുന്നതായും എം.എൽ.എ. പറഞ്ഞു. എന്നാൽ മംഗലാകുന്ന് ജംഗ്ഷനിൽ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അവിടെ കടമുറികളായതിനാൽ അത് പൊളിക്കാൻ ആവശ്യപ്പെടാനോ മറ്റോ കഴിയില്ല. എങ്കിലും പൊതുജനങ്ങളുടെ യോഗം വിളിക്കുകയും പല പ്രാവശ്യം ചർച്ചകൾ നടത്തുകയും ചെയ്തു. പ്രസ്തുത വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരം മേഖലകളിൽ ഭാവിയിൽ ആവശ്യമായ പണം നൽകി സ്ഥലം ഏറ്റെടുക്കാൻ ശ്രമിക്കുമെന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. കാലതാമസമില്ലാതെ മുണ്ടൂർ-തൂത പാത നവീകരണം പൂർത്തിയാക്കുമെന്നും എം.എൽ.എ. പറഞ്ഞു. നിലവിലുള്ള PWDയുടെ സ്ഥലം മാത്രം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. സ്ഥലം അക്വയർ ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ നിലവിലുള്ള ഈ റോഡിന്റെ വർക്കുമായി ബന്ധപ്പെട്ടില്ല. ഈ റോഡിന്റെ ഏതാണ്ട് 80% സ്ഥലത്തും 4 വരിയായി വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അപൂർവം ചില ഇടങ്ങളിൽ 4 മണ്ഡലങ്ങളിലൂടെ പോകുന്ന ഈ റോഡിൽ ഒറ്റപ്പാല മണ്ഡലത്തിന്റെ ഭാഗമായ പ്രദേശത്തും യഥാർത്ഥത്തിൽ വീതി കുറവുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പുഞ്ചപ്പാടം അപകട വളവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. എന്നാൽ നിലവിൽ സ്ഥലം ഏറ്റെടുക്കാൻ നിർവാഹമില്ലെങ്കിലും പ്രദേശവാസികളുടെ സഹകരണത്തോടെ ഏതാണ്ട് 8 സെന്റിലധികം വരുന്ന സ്ഥലം ആ പ്രദേശത്തെ ആളുകൾ സൗജന്യമായി തന്ന് സറണ്ടർ ചെയ്തതിന്റെ ഭാഗമായി പുഞ്ചപ്പാടം UP സ്കൂൾ പരിസരത്ത് അപകട വളവിന് സമീപത്ത് പരമാവധി അപകടം കുറയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. MLA എന്ന നിലയിൽ നിരവധി തവണ, ഡസൻ കണക്കിന് തവണ ഇതുമായി ബന്ധപ്പെട്ട് മുൻകൈയെടുത്ത് യോഗം ചേരുകയും പ്രദേശവാസികളെ വിളിക്കുകയും അവരുമായി സംസാരിക്കുകയും എല്ലാവരുടെയും സമ്മതം വാങ്ങുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഏതാണ്ട് 8ഓളം വരുന്ന ഗുണഭോക്താക്കൾ, പ്രദേശവാസികൾ സഹകരിച്ച് ഇത്തരത്തിൽ അവിടെ നമുക്ക് സ്ഥലം ഏറ്റെടുക്കാൻ സാധിച്ചത്. മംഗലാകുന്ന് സെന്റർ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന്റെ വീതി വളരെ കുറഞ്ഞ ഒരു ജംഗ്ഷനാണ്. അവിടെ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുക്കുകയും ചെയ്തു. പക്ഷെ ഉള്ള ഒരു പ്രയാസം, റോഡിന്റെ വശത്തുള്ളത് പ്രധാനമായും കടകളാണ്, കടമുറികളാണ്. അപ്പോ നിലവിലുള്ള കടമുറികൾ പൊളിച്ചു മാറ്റിക്കൊണ്ട്, കെട്ടിടം നിലവിലുള്ളത് പൊളിച്ചുകൊണ്ട് റോഡ് വീതി കൂട്ടാൻ സൗജന്യമായി സ്ഥലം തരണമെന്ന് നമുക്ക് പറയുന്നതിന് ചില പരിമിതികളുണ്ടായി. പറയാൻ പരിമിതിയല്ല, മറിച്ച് അങ്ങനെ ചെയ്യാൻ ആളുകൾ തയ്യാറാകാത്ത സ്ഥിതിയാണുള്ളത്. ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ 4 വരിയാകാത്ത എല്ലാ പ്രദേശത്തും 4 വരിയാക്കി അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതിന്, പണം നൽകി സ്ഥലം ഏറ്റെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.